ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വയനാടൻ ടൂറിസ്റ്റ് ബസ് ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം കുറേ പേര് കണ്ടു അത്. അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ പേഴ്സണലായിട്ട് മെസ്സേജസ് മെയിൽസൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പേർക്ക് ശരിയായി, പക്ഷേ കുറച്ച് പേർക്ക് അത് ഇപ്പോഴും ശരിയായിട്ടില്ല. അതായത് ഇങ്ങനെ നമ്മുടെ ലിവറി ആഡ് ചെയ്യുമ്പോൾ വേറെ കളർ വരുന്നോ, പർപ്പിളോ അങ്ങനെ എന്തുകൊണ്ട് കളർ വരുന്നത്, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ അങ്ങനെ സംഭവങ്ങളൊക്കെ അതായത് ആഡ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വയനാടൻ ടൂറിസ്റ്റ് ബസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, കാരണം ഇടയിൽ ഒരു സ്റ്റെപ്പ് മിസ്സായാൽ മൊത്തം പോവും, നമ്മൾ വിചാരിച്ച പോലെ ബസ് ആഡ് ആവില്ല. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും വയനാടൻ ടൂറിസ്റ്റ് ബസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിൽ ചെറുപ്പം മുന്നേ ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വിളിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മോഡ് ലിങ്ക് ഉണ്ട്, ലിവറി ലിങ്ക് ഉണ്ട്. അതായത് ഈ ഒരു വീഡിയോയുടെ ആയാലും മുമ്പിട്ട് ഞാൻ വീഡിയോയുടെ ആയാലും സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ മോഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുക്കുക. ഡിസ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ സെറ്റ് വേഗ മോഡ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ലോഡായിട്ട് വരും. അതിന് ശേഷം ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ മോഡ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഷെയർ മോഡ്സിൻ്റെ ഒരു ലിങ്ക് കാണാം. അതായത് മോഡ് ഡൗൺലോഡ് ലിങ്ക്, പിന്നെ രണ്ട് കൈയുടെ ഇമോജി കണ്ടില്ലേ, ആ ഒരു സംഭവത്തിൻ്റെ അടിയിൽ ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് വരുമ്പോൾ ഇതേപോലെ ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ ഇതേപോലെ ഒരു പേജിലെത്തും. അപ്പോൾ അവിടെ അടിയിൽ ഇവിടെ വെയിറ്റ് 3 സെക്കൻഡ് കാണാം. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് 15.4 MB എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് അപ്പം നമ്മൾ ബാക്ക് എടുക്കുക, അല്ലെങ്കിൽ ആഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചില നേരത്തെ ഇതേപോലെ ഡൗൺലോഡ് പെൻഡിങ് ആയിട്ട് കാണാം. അപ്പോൾ ഒന്ന് ബാക്ക് എടുക്കുക. നമ്മൾ ചെയ്ത പോലെ ആദ്യം ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മുടെ മോഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതേപോലെ ലിവറി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണുക. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വീഡിയോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഇതേപോലെ അങ്ങനെ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ലിവറി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം, മൈ ഡിസൈൻസ് ലിവറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതേപോലെ പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ 4K 7K ലിവറി ഒക്കെ ഉണ്ട്. അപ്പോൾ 4K ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ 4Kയും 7K ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാം ലിവറി ലിങ്കിൻ്റെ അടിയിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് 4Kയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഡ്രൈവ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡിൻ്റെ ബട്ടൺ കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ ലിവറി ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈലിൻ്റെ ഫയൽസ് സെക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത ആ പേജ്, അതായത് ZED. അപ്പോൾ ഇതേപോലെ സെഡ് വേഗ ബൈ TV സെഡ് എന്ന് പറഞ്ഞിട്ട് സിപ്പ് ഫയൽ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും അടിയിൽ എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ അടിയിൽ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എക്സ്ട്രാക്ട് ആയി കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു ഫയലായിരിക്കും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബസ് ID മോഡിൻ്റെ ഫയൽ കാണാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യുക, മൂവ് കൊടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ബസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ ലിവറി മാറ്റണം. അപ്പോൾ ജസ്റ്റ് മുകളിൽ ലിവറിയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സൈഡിൽ ബ്രൗസ് ലിവറി കൊടുക്കുക, ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിവറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ലിവറി സെറ്റ് ആയിട്ട് നമ്മുടെ വയനാടൻ ട്രാവൽ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടാണ് പേര് മുകളിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വയനാട് എന്ന് പറഞ്ഞ ബസ്. അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ലിവറിയാണ്. നമ്മൾ 4K ആണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഇതിലും കൂടിയ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ അപ്ലൈ കൊടുക്കുക, ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആഡ് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 2-3 പ്രാവശ്യം ആഡ് ചെയ്ത് നോക്കിയതാണ് പിന്നെ, പക്ഷേ അങ്ങനെ മറ്റേ വയലറ്റ് കളർ അങ്ങനെ സംഭവങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കും എല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കാണിച്ച പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫുൾ അതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും കുഴപ്പം വരില്ല. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മുടെ എത്തിയത് വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വിളിക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ചെറിയ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.